ഹലോ ഗൈസ്, ഇത് നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിൽ പോയൊരു ഡേത്തെ വ്ളോഗാട്ടോ. ഇതാണ് എൻ്റെ ആൻറ്റി. ആൻറ്റീൻ്റെ വീട്ടിലേക്ക് ഞാനും സോയും നാച്ചും കൂടി ആയിരുന്നു കേട്ടോ പോയിണ്ടായിരുന്നത്. ആൻറ്റീൻ്റെ വീട്ടിൽ ആൻറ്റി ഉണ്ട്, അങ്കിളുണ്ട്, കുട്ടിയേട്ടുണ്ട്, അഞ്ചു ചേച്ചി ഉണ്ട്. പിന്നെ ഈ ഓടുന്ന ആളില്ല, ഇതാണ് ചാച്ചു. അഞ്ചു ചേച്ചിൻ്റെ കുട്ടിയേട്ടൻ്റെ വാവയാണ്. അങ്ങനെ ഞങ്ങൾ ആൻറ്റീൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയിരുന്നു. പിന്നെ എൻ്റെ ഏച്ചി ഉണ്ട്, അഞ്ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഏച്ചിൻ്റെ 2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഫുഡ് കഴിക്കാൻ കയറി. ചോറ് ഭയങ്കര ചൂടായിരുന്നു. ബട്ട് സംഭവം ഞങ്ങൾ പ്ലേറ്റ് ഇതാ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അതാട്ടുണ്ട് ഏച്ചി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആ ഓടിപ്പോയത് എൻ്റെ ഏട്ടനാണ്. കഴിച്ചതും നടന്നതൊക്കെ ആയ ക്ഷീണം മാറ്റാൻ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കഴിക്കുന്നത് ഞങ്ങൾ വായ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ അങ്കിളാട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഏട്ടൻ ഇങ്ങനെ കുഴച്ചിങ്ങനെ ഉരുളാക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കും കൊതിയായി പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചുൻ്റെ കുറേ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ എപ്പോൾ കണ്ടാലും ഞങ്ങൾക്ക് കുറേ വീഡിയോ, കുറേ ഫോട്ടോ, കുറേ റീൽസ് എടുക്കണം. എത്ര എടുത്താലും മതിയാവില്ല ഞങ്ങൾക്ക്. ഈവനിങ് ആയാലും ആൻറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഏച്ചിനോട് പറയുന്നു, എന്നെ വീഡിയോ എടുക്കരുത്, എന്നെ യൂട്യൂബിലൊന്നും ഇടരുതിട്ടോന്ന്. ഞാൻ ഇടൂലെന്നൊക്കെ ഇരുന്നു അപ്പോൾ പറയുന്നത്, പക്ഷേ ഞാൻ ഇടും. അത് കഴിഞ്ഞൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ ആൻറ്റി പഴം ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിപ്പിക്കാൻ നോക്കിയിരുന്നു എല്ലാവരും. പക്ഷേ അത്രയും സ്നാക്സ് അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരും ആ പഴത്തിനെ മൈൻഡ് ചെയ്തില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് കുറേ കഴിഞ്ഞേരം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ട്